നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ കടയിൽ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ഉറപ്പിച്ചു പോലീസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? കടയിലെ 3 ജീവനക്കാരുടെ അക്കൗണ്ടിലായി ഒരു വർഷത്തിനിടെ 63 ലക്ഷം രൂപ എത്തിയതായി കണ്ടെത്തി. ഇതെങ്ങനെ? വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടും ജീവനക്കാർ എത്താത്തതോടെ ഇവർ ഒളിവിൽ പോയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ദിയ കൃഷ്ണയുടെ ഫാൻസി ആഭരണക്കടയിലെ ജീവനക്കാരായിരുന്ന വിനീത, ദിവ്യ, രാധകുമാരി എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് 63 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. 2024 ജനുവരി മുതൽ ഈ വർഷം മെയ് വരെയുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ് പരിശോധിച്ചത്. ഒരുപാടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. ഇന്നലെയും മൊഴി നൽകാൻ മ്യൂസിയം പോലീസിന് മുമ്പിൽ വനിതാ ജീവനക്കാർ ഹാജരായില്ല. താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. വലിയതുറയിലെ ഇവരുടെ വീടുകളിൽ പോലീസ് അന്വേഷിച്ചെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നാളെ കാവിലുത്സവമല്ലേ, അതിനു മുമ്പ് അവന്മാരെയൊക്കെ പൊക്കി അകത്തിട്ടാലേ എനിക്ക് മനസ്സമാധാനമായിട്ട് പാപ്പിന് ശരി ചിലപ്പോൾ ബാല കാണാൻ കഴിയൂ. കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയെന്ന ജീവനക്കാരുടെ വാദം പൊളിക്കുന്ന CCTV ദൃശ്യങ്ങളും പണം എടുത്തതായി സമ്മതിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ ജീവനക്കാർ മുങ്ങിയതായാണ് സംശയം. പടിയടച്ച് ആനപ്പെട്ട വെക്കുന്നു. പണിക്ക് വന്ന 2 നിഷ്കളങ്കരായ തൊഴിലാളികളാണ് നിങ്ങൾ നിഷ്കരണം ചവിട്ടി പുറത്താക്കിയത്. കള്ളന്മാരെന്ന് ആരോപിച്ചു. വടക്കാണല്ല, നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. വെരട്ടിപ്പറ ചെറ്റയാടാ.